അതെ, മാങ്ങ ഇഷ്ടമുള്ളവർ നിങ്ങളെ ഫാമിലിയിലോ ഫ്രണ്ട്സിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. വേറെ ഒന്നല്ല, മാങ്ങാ സീസൺ ആകുമ്പോഴല്ലേ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഞാനൊരു മാങ്ങ തൊലിയൊക്കെ കളഞ്ഞിട്ട് മിക്സർ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്തിരി മധുരം കുറവായതുകൊണ്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പാൽ ആഡ് ചെയ്യുക. പിന്നെ കുറച്ച് ഐസ്ക്രീം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട്. മാങ്ങയ്ക്ക് നല്ല മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര ഒഴിവാക്കാം കേട്ടോ. ഇത് ഇത്തിരി മധുരം കുറവാണേ. ഇനി ഇതൊരു ഗ്ലാസ്സോ ബൗളോ എന്താ വെച്ചെടുക്കുക കേട്ടോ. ഇനി നമ്മുടെ മാംഗോ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് മാംഗോ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കണം കേട്ടോ. അപ്പം ഇത് കുറച്ച് പഴുപ്പ് കൂടിയതാണ്. അപ്പം ഇത്ര തന്നെ പഴുപ്പില്ലാത്ത മാങ്ങയാണ് കേട്ടോ ഇങ്ങനെ കട്ട് പീസ് ആക്കി ഇട്ട് കൊടുക്കാൻ നല്ലത്. അതാകുമ്പോൾ കടിക്കാനൊക്കെ കിട്ടുമല്ലോ. ഇത് അങ്ങനെ കടിക്കാനായിട്ട് കിട്ടത്തില്ല, എന്നാലും നമ്മളിതുപോലെ പീസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള പേസ്റ്റും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് മാംഗോ കട്ട് പീസ് അത് ഇട്ട് കൊടുക്കാം, പിന്നെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അങ്ങനെ എങ്ങനെയായാലും കുഴപ്പമില്ല. ഇത് ഞാൻ സ്വീറ്റ് മിൽക്കാണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ പാലിലേക്ക് കുറച്ച് മധുരം ആഡ് ചെയ്തിട്ട് ജസ്റ്റ് മിക്സിയുടെ ജാറിലൊന്ന് കറക്കി എടുത്താണ് കേട്ടോ. അത് കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഐസ്ക്രീം കുറച്ചും കൂടെ ആഡ് ചെയ്യാം. പിന്നെ ഇത് ബദാം ഞാനൊന്ന് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് പാലിലൊന്ന് മിക്സ് ചെയ്തെടുത്താണ് കേട്ടോ. അതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ട്യൂട്ടി ഫ്രൂട്ടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്താൽ മതി, രണ്ടും ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. ഡെസേർട്ടൊക്കെ ഇഷ്ടമുള്ളവർ മസ്റ്റ് ട്രൈ ആയിട്ടാണ്, മാങ്ങ ഇഷ്ടമുള്ളവരും മസ്റ്റ് ട്രൈ ആയിട്ടാണ്. മാങ്ങ സീസൺ ആയതുകൊണ്ട് നമുക്ക് മാങ്ങ കിട്ടാൻ വലിയ പണിയൊന്നും ഉണ്ടാവില്ല. നമ്മളെ നാടൻ മാങ്ങ ആയാലും നാര് കൂടുതലുള്ള മാങ്ങ എടുക്കുക, പൾപ്പ് കൂടുതലുള്ളത് എടുക്കുക. അപ്പോൾ ഇത് സേവ് ആക്കുക, ട്രൈ ആക്കുക. കിഡിലൻ ആയിട്ടാണ്. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ ബൈ.